ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹാവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം, അതിൻ്റെ അവസാന വചനം, 35-ാം വചനത്തിൻ്റെ അവസാന ഭാഗം. അന്നു മുതൽ നഗരത്തിന് യഹോവ ശമ്മ, യഹോവ അവിടെ എന്ന പേരാകും. Ezekiel chapter 48 verse 35, last part. And the name of the city from that time on will be the Lord is there. Amen. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവാം ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന ഒരു വാഗ്ദത്ത വചനമാണ് യഹോവ ശമ്മ, യഹോവ അവിടെ. അതെ, ഇവിടെ യെരൂശലേം ദേവാലയത്തെക്കുറിച്ച് നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. ഇതേ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ അതിൻ്റെ 10, 11 തുടങ്ങിയ അധ്യായങ്ങളിൽ നാം വായിക്കുമ്പോൾ മുൻപേ അവിടെ ദൈവത്തിൻ്റെ മഹത്വവും യഹോവയുടെ തേജസ്സും ഒക്കെ നിറഞ്ഞിരുന്നു. എന്നാൽ ചില വിഗ്രഹാർപ്പിതങ്ങളും ദൈവഹിതമില്ലാത്ത കാര്യങ്ങളും അതിനകത്ത് നടന്നത് മാത്രം അവിടുത്തെ യഹോവയുടെ തേജസ്സും ദൈവിക സാന്നിധ്യവും സ്തോത്രം ഒക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു. എന്നാൽ ആ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഓരോ അധ്യായങ്ങൾ കഴിയുന്തോറും അതിൻ്റെ അവസാന 46, 47, 48 അധ്യായങ്ങളിലൊക്കെ നാം വായിക്കുമ്പോൾ അവിടെ യഹോവയുടെ ഗ്ലോറിയൊക്കെ റീസ്റ്റോർ ചെയ്യപ്പെടുകയാണ്. അത് വീണ്ടും സ്ഥാപിക്കപ്പെടുന്നു. അവിടെ വീണ്ടും ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നു. യഹോവയുടെ ആ മഹത്വം അവിടെ ഉണ്ടാകുന്നു. യഹോവയുടെ തേജസ് അവിടെ വെളിപ്പെടുന്നു. പ്രീസലോ, ദൈവ സാന്നിധ്യം അവിടെ വെളിപ്പെടുന്നു. അങ്ങനെ ആ അധ്യായത്തിൻ്റെ അവസാന ആ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം അവസാന അധ്യായം അവസാന വചനത്തിൽ ഇങ്ങനെ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു: അന്നു മുതൽ നഗരത്തിന് യഹോവ ശമ്മ, യഹോവ അവിടെ എന്ന് പേരാകും. പ്രൈസലോ. ഇനി അവിടെ ദൈവമില്ല. ഹല്ലേലൂയ. അവിടെ യഹോവയില്ല, അവരോടുകൂടെ ദൈവമില്ല. എല്ലാം കഴിഞ്ഞു. ഇന്ന് മനുഷ്യൻ വിധി എഴുതുന്ന സാഹചര്യങ്ങളിൽ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെയല്ല. നമ്മെക്കുറിച്ചുള്ള നമ്മുടെ നിരൂപണങ്ങളല്ല, നമ്മെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ നിരൂപണങ്ങളും ചിന്തകളും ഒന്നുമല്ല. ദൈവത്തിന് ഒരു നഗരത്തെക്കുറിച്ച്, ദൈവത്തിനൊരു ദേശത്തെക്കുറിച്ച്, ദൈവത്തിനൊരു സഭയെക്കുറിച്ച്, ദൈവത്തിനൊരു കുടുംബത്തെക്കുറിച്ച്, ദൈവത്തിനൊരു വ്യക്തിയെക്കുറിച്ച് ഒരു പ്രത്യേകമായ ഉദ്ദേശമുണ്ടെങ്കിൽ, ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ നിശ്ചയമായി യഹോവയുടെ മഹത്വം അത് വിട്ടുപോയാലും, യഹോവയുടെ തേജസ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടാലും, യഹോവയുടെ സാന്നിധ്യത്തിൽ നിന്ന് ആ പ്രിയപ്പെട്ടവർ അകന്നു പോയാലും, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നിശ്ചയമായി ദൈവം മടക്കി വരുത്തും. ദൈവം അത് റീസ്റ്റോർ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പകൽക്കാലം പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ അരുളി ചെയ്യുന്നു. ഇനി അവിടെ ദൈവമില്ല, ഇനി അവിടെ ദൈവ സാന്നിധ്യമില്ല. ഇനി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സാഹചര്യങ്ങളെ ഇല്ല. യഹോവ അവിടെ. നാം ഇന്ന് പ്രാർത്ഥിക്കുന്ന, നാം ഇന്ന് ഭാരപ്പെടുന്ന, നാം ഇന്ന് ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ പ്രാർത്ഥനാവശ്യങ്ങളുടെ നടുവിൽ ഇനി ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയത്തില്ല എന്നല്ല. ഇനി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുകയില്ലെന്നല്ല. ഇനി മനുഷ്യൻ്റെയും പിശാചിൻ്റെയും തന്ത്രങ്ങളല്ല. യഹോവ അവിടെ, ജഹോവ ശമ്മ, യഹോവ അവിടെ, ദൈവം അവിടെ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. എവിടെയെങ്കിലും ദൈവസാന്നിധ്യത്തിൽ നിന്ന് നാം അന്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ, നിന്ദയും പരിഹാസങ്ങളും ലോകം മുഴുവനും നമ്മെ ദുഷിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ദൈവസ്നേഹം വിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെക്കുറിച്ച്, നമ്മെ ഓരോരുത്തരെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. യഹോവ അവിടെ. നാം ഇന്ന് അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികളുടെ നടുവിലും യഹോവ ഉണ്ട്. കർത്താവ് അവിടെ ഉണ്ടെങ്കിൽ ജഹോവ ശമ്മ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ എവിടെയായി തീരുമാനം വായിക്കുന്നു. And the name of the city from that time on will be. The Lord is there. ഹല്ലേലൂയ. ആര് നമ്മോട് കൂടെയില്ലെങ്കിലും, ആര് നമ്മുടെ മധ്യയില്ലെങ്കിലും, ആര് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ സ്തോത്രം, നാം ഇന്ന് എവിടെയായിരിക്കുന്നു അവിടെ ആരും ഇല്ല എങ്കിലും യഹോവ അവിടെയുണ്ട്. ഒറ്റപ്പെട്ട മേഖലകളിൽ, ഏകാന്തതയുടെ മേഖലകളിൽ, ആരോട് തുറന്നു പറയുവാൻ കഴിയാത്ത മാനസികമായ വിഷമങ്ങളുടെ നടുവിൽ, ഏത് പ്രതിസന്ധി നാം ആയിരുന്നാലും, അത് ആത്മീക, ശാരീരിക, സാമ്പത്തിക, വിദ്യാഭ്യാസ, ബിസിനസ് പരമായ, ഭൗതിക
ഏത് പ്രതിസന്ധികളുടെ നടുവിൽ നാം ഇന്നായിരുന്നാലും യഹോവ അവിടെ എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് അരുളി ചെയ്യുന്നു. ജഹോവ ഷമ്മ, യഹോവ അവിടെയുണ്ട്. നിശ്ചയമായി ദൈവ സാന്നിധ്യമുള്ളിടത്തിൽ, ദൈവത്തിൻ്റെ തേജസ്സുള്ളിടത്തിൽ, യഹോവയുടെ മഹത്വമുള്ളിടത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ വചനപ്രകാരം കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവം സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് നിങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതെന്നാ ജഹോവ ഷമ്മ, യഹോവ അവിടെ. കർത്താവേ, അങ്ങ് യേശുവേ സ്തോത്രം. ഓരോ സാഹചര്യങ്ങളുടെ നടുവിലും യഹോവയുടെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വൻ കാര്യങ്ങൾ ചെയ്ത് യഹോവയുടെ മഹത്വം വെളിപ്പെടുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ, അങ്ങയുടെ ഉദ്ദേശങ്ങൾ, അങ്ങയുടെ പദ്ധതികൾ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെക്കുറിച്ച്, ഞങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ച്, സഭകളെക്കുറിച്ച്, ദേശത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, ലോകരാജ്യങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. ഒന്നുകൂടെ ഞങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു, ജഹോവ ഷമ്മ, യഹോവ അവിടെയുണ്ട്. കർത്താവ് വലിയവ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ദയതോന്നി പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.